വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചു പോയാൽ അവൻ എന്താണ് പ്രയോജനം? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷ വെളിപ്പെടുത്തുന്നതാണ്. ഭൗതിക ലോകത്തിൽ നിന്നും ആത്മാവിൻ്റെ തലത്തിലേക്ക് നയിക്കപ്പെടേണ്ടതാണ് സുവിശേഷ പ്രഘോഷണവും ശുശ്രൂഷ ജീവിതവും. എന്തുകൊണ്ടാണ് മിഷണറിമാർ അത്രമാത്രം പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും യേശുവിനെ ഏറ്റുപറയുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും അവർ നിർബന്ധിതരാകുന്നത്? നരകത്ത് പോകാൻ സാധ്യതയുള്ള ഒരാത്മാവിനെ നേടിക്കൊടുക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നേടിക്കൊടുക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ യേശു ആരാണെന്നോ, യേശുവിൻ്റെ സ്വഭാവം എന്താണെന്നോ, യേശുവിൻ്റെ മനോഭാവവും സവിശേഷതകളെല്ലാം വരച്ച് കാട്ടിയിട്ട് 12-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ കൊണ്ട് നിർത്തുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവിൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ എന്ത് തന്നെ ചെയ്താലും, രാജ്യത്തു നിന്ന് രാജ്യങ്ങളിലേക്ക് പോയാലും, സമ്പത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് നയിക്കപ്പെട്ടാലും, അധികാരത്തിൽ നിന്ന് അധികാരങ്ങളിലേക്ക് പോയാലും കർത്താവ് ഇതിനൊന്നും എതിരല്ല. പറമ്പുകൾ മേടിച്ചു കൂട്ടിയാലും കർത്താവ് ഇതിനൊന്നും എതിരല്ല. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാനെന്ന് വിശുദ്ധ പൗലോസ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. അല്ലെങ്കിൽ നേടിയത് വ്യർത്ഥം, നേടാനിരിക്കുന്നത് വ്യർത്ഥം, നേടിക്കൊണ്ടിരിക്കുന്നത് വ്യർത്ഥമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഫാദർ ധീരജ്, എൻ്റെ ആത്മീയ പിതാവായിരുന്നു, ഒരു പ്രസംഗം നടത്തിയിട്ട് പ്രസംഗത്തിൻ്റെ അവസാനം ഒരു ചോദ്യത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ഒടുവിൽ ഉത്തരം പറഞ്ഞിട്ട് അച്ഛനങ്ങ് ഇറങ്ങിപ്പോയി. അച്ഛൻ ചോദിച്ച ചോദ്യം ഇതാണ്: ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥ എന്താണ്? ഞങ്ങളെല്ലാവരും അന്ന് മനസ്സിലാവാത്ത വിധത്തിൽ പലതും പറഞ്ഞു, അന്നത്തെ അറിവ് വെച്ചു. ഒടുവിൽ വൈദികൻ ഇങ്ങനെ കൂട്ടിച്ചേർത്ത്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന വഴികളെല്ലാം വെറുതെ ആയിപ്പോയെന്ന തോന്നലാണ് അതിഭയാനകമായ അവസ്ഥ. എന്ന് വെച്ചാൽ, ഒരായുസോളം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച്, ഒരായുസോളം സമൂഹത്തിന് വേണ്ടി ജീവിച്ച്, ഒരായുസോളം നേടാൻ പറ്റുന്നതെല്ലാം നേടി, ഒടുവിൽ മരണത്തിൻ്റെ നിഴല് നമ്മളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയന്ന് വിറച്ചുകൊണ്ട് ലാസ്റ്റ് മൂമെൻറ്റിൽ പറയാനിടയാകും: കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി ഒന്നും ചെയ്തില്ല, നേടിയത് വ്യർത്ഥം. നിരീശ്വരവാദികളും ദൈവനിന്ദകരും ഏതൊരു മനുഷ്യനും ഭയന്ന് വിറയ്ക്കുന്ന ലാസ്റ്റ് മൂമെൻ്റാണത്. ഞെട്ടലോടുകൂടിയേ ലോകത്തെ കാണാൻ കഴിയുള്ളൂ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മെയിൻ ആളായ MM ലോറൻസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിലാപത്തോടു കൂടി പറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ ലോകത്തിൽ ഓടി നടന്നു: എനിക്ക് യേശുവിനെ വേണം, സ്വർഗത്തെ വേണം. ഒരു കാലഘട്ടത്തിൽ ദൈവമില്ല, യേശു ദൈവമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നടന്ന വ്യക്തി മരണത്തിൻ്റെ നിഴലിറങ്ങുന്ന സമയത്ത് സ്വർഗത്തെ ദർശിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞ് വിലാപത്തോടു കൂടി ഭയന്ന് വിറച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാജ്യങ്ങൾ കീഴടക്കാൻ നോക്കിയ അനേകർ കീഴടങ്ങിയിട്ടുണ്ട്, എല്ലാം കൈവിട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓരോ രാജ്യം കീഴടക്കിയിട്ട് ആ രാജ്യങ്ങളുടെ പുറത്ത് ചവിട്ടി നിന്നിട്ട് ഇത് എൻ്റെ അധീനതയിലാണെന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഒടുവിലായി ഒരു രാജ്യം കീഴടക്കാനുള്ള യാത്രയുടെ മധ്യത്തിൽ ഒരു ദൂത് അമ്മയിൽ നിന്ന് കിട്ടുകയാണ്. ആ ദൂത് വായിച്ചിട്ട്, അമ്മയെ ഞാൻ ഉടനെ വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യം കീഴടക്കാൻ പോകുന്ന യാത്രയിൽ മാരകരോഗം പിടിപെട്ട് മരണത്തോടടുത്ത സമയത്ത് ചുറ്റും കൂടി നിന്ന് ഡോക്ടർമാരോട് പറഞ്ഞൊരു വാക്കുണ്ട്: ഡോക്ടർ, എൻ്റെ അമ്മേനെ ഒന്ന് കാണാൻ ഒരു അവസരം തരുമോ? എന്തു വേണമെങ്കിലും ചെയ്തു തരാം. ഡോക്ടേഴ്സ് പറഞ്ഞു: സോറി അലക്സാണ്ടർ, സമയം കഴിഞ്ഞുപോയി. ആ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തിന് തന്ന സന്ദേശം ഇതാണ്: ഞാൻ മരിക്കുമ്പോൾ, എൻ്റെ ശവമഞ്ചരം എടുക്കുമ്പോൾ എൻ്റെ 2 കരങ്ങളും വെളിയിലിടണം, ലോകം കാണട്ടെ അലക്സാണ്ടർ ഒരു പരാജിതനാണെന്ന്.
നേടിയത് കൈവിട്ടു, നേടിക്കൊണ്ടിരുന്നത് കൈവിട്ടു, ഒടുവിൽ നിരാശനായി പരാജിതനെ പോലെ കടന്നുപോയി. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു കന്യാസ്ത്രീ ഒരു കോൺവെന്റിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആരോരും അറിയാതെ രോഗവും സകലവും ആത്മാക്കളുടെ രക്ഷയ്ക്കാക്കി മാറ്റി, വിലാപങ്ങൾ, സങ്കടങ്ങൾ ആരാധനയാക്കി തീർത്തുകൊണ്ട് 36 വയസ്സുവരെ അൽഫോൺസാമ എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ ജീവിച്ചു. മരിച്ച ആ നിമിഷം ഒരു കൊടുങ്കാറ്റ് എന്നതുപോലെ ലോകത്തിൻ്റെ 4 അതിരുകളിലെയും ചുംബിച്ചു. ഇന്നും ലക്ഷാതിലക്ഷം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വിശുദ്ധ അൽഫോൺസാമ ജീവിക്കുകയാണ്. ആരും അറിയപ്പെട്ടില്ല. ഭരണജ്ഞാനത്ത് ഏത് വലിയവനായിക്കോട്ടെ ചെറിയവനായിക്കോട്ടെ ആ കല്ലറയുടെ മുമ്പിൽ വന്നാൽ ശിരസ് കുനിക്കാതെ പോകുകയില്ല. ഇവിടെയാണ് സങ്കീർത്തനം 145:13 പറയുന്നു, അവിടുത്തെ രാജ്യം ശാശ്വതമാണ്, അവിടുത്തെ ആധിപത്യങ്ങൾ തലമുറകളോളം നിലനിൽക്കുന്ന കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. CCC 1010 ഇങ്ങനെ പറയുന്നു, ഭൂമിയുടെ അതിർത്തികളോളം ആധിപത്യം നടത്തുന്നതിനേക്കാൾ യേശു ക്രിസ്തുവിൽ മരിക്കുകയാണ് എനിക്ക് നല്ലത്. എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാനാണ് ഞാൻ കൊതിക്കുന്നത്. 1 കൊരിന്ത്യർ 10:19 പൗലോസ് പറഞ്ഞതാണ്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരെങ്കിൽ നിങ്ങൾ ലോകത്തിലെ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവരാണ്. വിശുദ്ധ കാർലോ 15 വയസ്സ് വരെയും ജീവിച്ചോളും. 15 വയസ്സ്, 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെ രോഗങ്ങളും സഹനങ്ങളും ബെനഡിക്റ്റ് പിതാവിൻ്റെയും സഭയുടെയും ആത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, 1000 യുദ്ധങ്ങൾ ജയിക്കാനായാലും ഹൃദയത്തിലെ ദുഷിച്ച വികാരങ്ങളെ ജയിക്കാനാകുന്നില്ലെങ്കിൽ എന്ത് പ്രതിഫലം? ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യേണ്ടത് അവൻ്റെ ഹൃദയത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെയാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ് പറയുന്ന അമൂല്യമായൊരു വാക്കുണ്ട്, ആധ്യാത്മിക സ്നേഹത്തിൽ എരിയുന്നവർ ഭൂമിയിലെ അമൂല്യമായ നിധികളെ ശൂന്യമായി കണക്കാക്കും, എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എരിയുന്നവർക്ക് ഈ ഭാഷ പോലും മനസ്സിലാകത്തോള്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്. മിനിസ്ട്രിയിലുള്ള ശുശ്രൂഷകരോടും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കുറേ പണമുണ്ടാക്കി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ പാപങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടിയോ നമ്മൾ ഉപയോഗിക്കാതെ എന്തൊക്കെയൊക്കെ നമ്മൾ നേടി ബാങ്ക് ബാലൻസ് ഇങ്ങനെ കുന്നുകൂട്ടി നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളുണ്ടാക്കിയിരിക്കുന്ന പണം കൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്ന മക്കളായിക്കോട്ടെ പ്രിയപ്പെട്ടവരായിക്കോട്ടെ തിന്മ ചെയ്ത് പാപം ചെയ്ത് നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഴിവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും എല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും കാഴ്ചവെക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.